പരസ്പരം കൺസേൺഡ് ആയിട്ടുള്ള കുറച്ച് ആൾക്കാരുടെ ഇടയിലാണ് ഞാൻ എത്തിപ്പെട്ടത്. മൊറാലിറ്റി അല്ല, കൺസേൺ ആണ് അവരെ ചേർത്ത് നിർത്തുന്നത്. നിങ്ങളല്ലേ ഇയാളെ വീട്ടിൽ തന്നെ ഇരിപ്പാണെന്ന് പറഞ്ഞു. പുറത്തധികം പോവാറില്ല. അപ്പുപിള്ള എന്നാണ് സാറിന്റെ പേര്? അതെ. വയസ്സ് 70, ചോദ്യ നക്ഷത്രം തുലാം രാശി. പലരോടും അച്ഛൻ പറയുന്നതും പെരുമാറുന്നതും ഒക്കെ കുറച്ച് സ്ട്രേഞ്ചാണ്. IPKF나 അപ്പം ഈ ജാഫ്നാലിൽ നിന്നെടുക്കണം. ശ്രീലങ്കാവിലെ ശ്രീലങ്കയിൽ നിന്നോട് താൻ എങ്ങനെയാ അരുണായിൽ കിടക്കുന്ന ജേക്കബിനെ പരിചയപ്പെട്ടത്? ഇതാരാ ഇതിനകത്ത് കയറി? നീ അച്ഛൻ്റെ റൂമിൽ കയറിയോ? Why are you lying? He must be doing something extraordinary. Why should I lie to you? എന്നാ ഞാനിപ്പോ പറഞ്ഞത് മൊത്തം കള്ളമാണ്. വെറുതെ ഒന്ന് ബ്ലഫ് ചെയ്താ. ഓരോ തവണ വരുമ്പോഴും ഒരേ ചോദ്യങ്ങൾ, ഒരേ ഉത്തരങ്ങൾ. എപ്പോഴും ആദ്യമായിട്ട് കേൾക്കുന്ന പോലെ മൂപ്പരുത് കേട്ടിരിക്കും. ഞാൻ ഇവിടെ ഒരു വെക്കേഷൻ വന്നല്ല അജേട്ടൻ. അജേട്ടൻ അതെങ്ങനെ കാണുന്നതെന്നും എനിക്കറിയില്ല. അജേട്ടന്റെ കൂടെ ഉണ്ടാവേണ്ടിയിരുന്ന ഒരാളല്ലേ അവനും. അച്ഛോ, ഞാൻ വന്നിട്ട് അധികം ദിവസമൊന്നും ആയിട്ടില്ലെങ്കിൽ എനിക്കും തോന്നിയിട്ടുണ്ട് അവനോട് വേണമെന്ന്. അറ്റ്ലീസ്റ്റ് എന്താ പറ്റിയെന്ന് അറിയണമെന്ന്. എന്നോട് എന്തെങ്കിലും പറയാൻ ബാക്കിയുണ്ടോ ചേട്ടന്? എന്റെ പിസ്റ്റലില് 2 ബുള്ളറ്റ് കുറവായിരുന്നു. അതിലൊരു ബുള്ളറ്റ് എങ്ങനെയാ പോയതെന്ന് സുമദത്തം പറഞ്ഞെനിക്കറിയാം. സെക്കൻഡ് ബുള്ളറ്റ് അച്ഛനും അന്വേഷിച്ചുകൊണ്ടിരിക്കുക ചച്ചുവിൻ്റെ കാര്യം. എനിക്കറിയാം. എൻ്റേതൊരു റിക്കവറി ഇല്ലാത്ത അസുഖം. പക്ഷേ ഇപ്പം ഞാൻ തന്നെ ഹാപ്പിയാണ്. അതൊരു ഫ്രീഡം അല്ലേ? നമുക്കിഷ്ടമുള്ള റിയാലിറ്റിയിൽ മാത്രം ജീവിക്കാനുള്ള ഫ്രീഡം. അച്ഛനും സംശയിക്കുന്ന അച്ഛനെ തന്നെയാണ്.